ഈ സമാധി ആവണേണ്ടെന്ന് 2-3 സ്പൂൺ എടുത്ത് കഴിച്ചതേ ഉള്ളൂ. അപ്പം കഴിക്കാതെ നേടപ്പോൾ എനിക്ക് മതി. അത് കഴിഞ്ഞിട്ട് ഇവര് അങ്ങ് പോവാനായിട്ട് കാത്തിരിക്കുകയാണ്. അച്ഛനും കൂടെ ഋഷിയുടെ തിരിതിരി പുല്ല് പറിക്കാൻ പോവാൻ അവിടെ ധ്യാനത്തിന്. ഈ പടിയും അവിടെ ഒരു തിട്ടയുണ്ടായിരുന്നു. അത് കാഴ്ചക്കുറവല്ലേ ചെന്ന് വീണെങ്കില എന്നുള്ള ഉദ്ദേശത്തിലാണ് മോൻ തീരെയും പോണത്. അപ്പം ഞാൻ പിടിച്ചാലൊന്നും എനിക്ക് എന്നുള്ള ആരെങ്കിലും എനിക്കേ നടക്കാൻ. അതുകൊണ്ട് അങ്ങനെ അവിടെ ചെന്ന് ഇരുത്തിയിട്ട് അച്ഛരിക്കുന്ന ലക്ഷ്യം വെച്ച് അവിടെ പശുവിന് പുല്ല് പറിക്കും. മനസ്സിലാക്കണം. പകല് അങ്ങനെ പുല്ല് പറിച്ച് ഇവരെ ധ്യാനം കഴിയുമ്പോൾ നമുക്കറിയാം അവരെ ധ്യാനം കഴിയുമ്പോൾ ഇരിക്കുന്നത്, ധ്യാനത്തിൽ ഇരിക്കുന്നതും അല്ലാതിരിക്കുന്നതും പ്രത്യേകത. മോൻ നോക്കുമ്പോൾ അച്ഛൻ ധ്യാനത്തിൽ ഇരിക്കണ കാലല്ല, അച്ഛൻ എന്ത് എങ്ങനെ കാല് വെളിയിലില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പം ഓടി വന്നപ്പം അനക്കമില്ല. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ശ്വാസം പിടിച്ച് ഇവിടെ വന്നിട്ട് മേലോട്ട് നോക്കി, ഇവിടെ മാത്രം ചെറിയ ഒരു ഇതുണ്ട്, മേലെ ഇങ്ങനെ കണ്ണു നോക്കി ഇങ്ങനെ മേലോട്ട് നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ ഭഗവാനെ തന്നെ കിഴക്കോട്ടാണ് ഈ കണ്ണ്. അപ്പം മോൻ നോക്കിയത് ഇത് അച്ഛൻ അന്ന് പറഞ്ഞ സമാധിയുടെ ഒരു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ സന്യാസിമാരെ എങ്ങനെ വെച്ചാൽ അച്ഛൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ മോൻ എന്ന് വീണ്ടും അവിടെ വന്ന് ഞങ്ങള് പോയിട്ട് കണ്ടില്ലല്ലോ പറഞ്ഞ് നോക്കിയപ്പം മോൻ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മോൻ ഓടിക്കൊണ്ട് വന്നു. അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിക്കല്, അച്ഛൻ സമാധി ആയിരിക്കുകയാണ്. അമ്മ നാട്ടുകാർ അറിഞ്ഞാൽ അച്ഛനെ കറക്റ്റാ പൂജ ചെയ്യാൻ പറ്റൂല, അച്ഛൻ പറഞ്ഞ പൂജകളൊക്കെ ഇങ്ങനെയാണ്, ഭസ്മം മറ്റേ ചന്ദന ഇത് കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് സമാധി സ്ഥലത്ത് കൊടുത്ത് അതിന്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഉടുത്തോണ്ട് കുളിച്ച് പൂജയ്ക്ക് കയറിയാലേ അവിടെ ചെന്നിരുന്നത്. പിന്നെ നമുക്ക് അവിടെ വെള്ളം കൊണ്ട് വീത്താൻ പാടില്ല, കുളിപ്പിക്കാൻ പാടില്ല, സമാധിയാരെ പിന്നെ ആരും ദർശിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇതൊക്കെ മോന് പരിശീലനം കൊടുത്തതുകൊണ്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെ കൂട്ടി അച്ഛൻ്റെ ഉയർന്ന് മോശം അച്ഛൻ്റെ ആഗ്രഹങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതൊരു ശാപമായിട്ട് മാറും. നമുക്ക് നാട്ടുകാരല്ല വലുത്, കൈലാസാനാണ് വലുത്. എന്നിട്ട് മണിക്കൂറോളം തുറന്ന് അടപ്പ ഒന്നുമില്ല, ഒരു തുണി പോലും ആ സൈഡിൽ ഇട്ടിട്ടില്ല. അമ്മ അപ്പോഴപ്പോഴും നോക്കും. എന്ത് ചെയ്യണമെന്ന് മൂത്തവനെ വിളിച്ചപ്പം നോക്കിയപ്പം കറക്റ്റാ സമാധിയിലെ എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായിരിക്കുകയാണ്.